how are you all? Today we are going to learn about a man who is known as a man after God's own heart. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനെ പറ്റിയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മളുടെ ഹൃദയം ദൈവത്തിന് അനുരൂപപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Shall we pray? Lord Jesus, I submit these children who are before me into your hands. I bless them in your mighty name. Lord, prepare their heart so that you can come and dwell in their lives. You can reign in their lives. In Jesus Christ's Savior's name. Amen. David is known as a man after God's own heart. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിട്ടാണ് ദാവീദിനെ നാം വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിട്ടാണ് ദാവീദ് അറിയപ്പെടുന്നതെങ്കിൽ ദൈവം അവനെ എങ്ങനെയാണ് മാനിച്ചത് എന്ന് നമുക്കറിയണ്ടേ? അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ അവനെപ്പറ്റിയും അവൻ്റെ ജനത്തെപ്പറ്റിയും നമ്മൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇസ്രായേൽ വാസ് നോൺ ആസ് ഗോഡ്സ് പീപ്പിൾ. ദൈവത്തിൻ്റെ ജനമായിട്ടാണ് ഇസ്രായേലിനെ നാം അറിയുന്നത്. ഗോഡ് വാസ് ദ കിങ് ആൻഡ് ഹി ലിവ്ഡ് എമംഗ് ദം. ദൈവം അവരുടെ രാജാവായി അവരുടെ ഇടയിൽ പാർത്തു. ബട്ട് ദ പീപ്പിൾ ഇൻ ഇസ്രായേൽ വർ നോട്ട് ഹാപ്പി. They wanted a king whom they can see and consult with, just like the nations. ജാതികളെ പോലെ കാണുവാൻ പറ്റുന്ന ഒരു രാജാവിനെ അവർക്ക് അനുഭവിക്കുവാനും കാണുവാനും പറ്റുന്ന ഒരു രാജാവിനെ വേണമെന്ന് ജനം ശാഠ്യം പിടിച്ചു. And God heard their prayer. Some of our decisions need not be right. അല്ലേ? ചില നമ്മളുടെ തീരുമാനങ്ങൾ നമുക്ക് നല്ലതാകണമെന്നില്ല. Though God gave him King Saul as the first king of Israel, he was not a man after God's own heart. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നില്ല രാജാവായ ശൗൽ. He disobeyed God. അവൻ ദൈവത്തെ അനുസരിച്ചില്ല. And he rebelled against God. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ ദൈവത്തിന് എതിരായി അവൻ പ്രവർത്തിച്ചു. So God decided to keep him away from that position, and he planned to raise another man into that position. ദൈവത്തിൻ്റെ കൽപ്പനകളെ അവൻ നിരസിച്ചതുകൊണ്ട് ദൈവം അവനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളഞ്ഞു. പകരം വേറെ ഒരാളെ ദൈവം നിയമിക്കുന്നു. Let us see who that person is. At that time, Samuel was the prophet of Israel. ഇസ്രായേലിൻ്റെ പ്രവാചകനായ ശമൂവേലിൻ്റെ കാലത്തായിരുന്നു അത്. God told Samuel to go to the house of Jesse where I will choose a king for the people. ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ജെസ്സിയുടെ ഭവനത്തിൽ, ഇശായിയുടെ ഭവനത്തിൽ പോയി അവിടെ ഞാൻ തിരഞ്ഞെടുക്കുന്ന ആളെ നീ രാജാവായി വാഴിക്കണമെന്ന്. Samuel was very afraid. Why? ശമൂവേലിനാകെ ഭയമായി. എന്തായിരിക്കും കാരണം? Though God rejected Saul, he still continued to be the king of Israel. ശൗലിനെ ദൈവം തിരസ്കരിച്ചെങ്കിലും ഇപ്പോഴും ശൗൽ തന്നെയാണ് രാജാവായിട്ട് അവിടെ വാഴുന്നത്. If he comes to know about it, won't he be angry? അവൻ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അവന് ദേഷ്യമുണ്ടാവുകയില്ലേ? But God told Samuel, do not worry, I will give you a plan. നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്കൊരു പദ്ധതി തരാം എന്ന് പറഞ്ഞു. Samuel decided to obey God. ശമൂവേൽ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായി. God told him to go to the house of Jesse who is in Bethlehem. ജെസ്സിയുടെ ഭവനത്തിൽ ബെത്ലഹേമിലേക്ക് ചെല്ലുവാനായി പറഞ്ഞു. And when the people there saw him, they were very afraid. Did God want to punish us? ജനം ശമൂവേലിനെ അവിടെ കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. ദൈവം നമ്മളെ ശിക്ഷിക്കുവാനായിട്ടാണോ നിന്നെ അയച്ചത്? But Jesse said, no, I have come to worship the Lord with you. ഞാൻ ദൈവത്തെ ആരാധിക്കാനായി നിങ്ങളുടെ കൂടെ വരുവാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. Prepare your hearts. നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന് ആരാധിക്കുവാനായി ഒരുക്കുവാനായി പറഞ്ഞു. At that time, Jesse also came with his sons. ഇശായിയും തൻ്റെ ആൺമക്കളോടൊപ്പം അവിടെ ആരാധനയ്ക്കായി വന്നു. Jesse had 8 sons. So when Samuel saw the first son, whose name is Eliab എന്നാണ് ഇശായിയുടെ ആദ്യത്തെ മകൻ്റെ പേര്. He was very tall and handsome. So he thought maybe this is the person that God has chosen.
എലിയാബ് വളരെ സുന്ദരനും ഉയരം കൂടിയവനുമായിരുന്നതുകൊണ്ട് ശമൂവേൽ വിചാരിച്ചു, ഇദ്ദേഹമായിരിക്കും ദൈവം തെരഞ്ഞെടുത്ത അടുത്ത മനുഷ്യൻ. ബട്ട് ഗോഡ് സെഡ്, നോ, ഐ ഹാവ് റിജക്റ്റഡ് ഹിം. ഡു നോട്ട് ലുക്ക് അറ്റ് ഹിസ് ഔട്ട്വേർഡ് അപ്പിയറൻസ്. അവൻ്റെ ഉയരത്തെയോ അവൻ്റെ മുഖത്തെയോ നോക്കിയല്ല, അവൻ്റെ ഹൃദയത്തെയാണ് ഞാൻ നോക്കുന്നത്. ആൻഡ് ഐ ഹാവ് റിജക്റ്റഡ് ഹിം. അവൻ്റെ പൊക്കമോ മുഖമോ അല്ല, ഞാൻ അവനെ തിരസ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദെൻ ജെസി ബ്രോട്ട് ദ സെക്കൻഡ് സൺ. ഹിസ് നെയിം ഇസ് അബിനദാബ്. അബിനദാബിനെ കൊണ്ടുവന്നു. ഗോഡ് റിജക്റ്റഡ് ഹിം ഓൾസോ. തേർഡ് സൺ ഷമ്മയെ കൊണ്ടുവന്നു. അവനെയും ദൈവം തിരസ്കരിച്ചു. അങ്ങനെ 7 മക്കളെയും ഇശായി കൊണ്ടുവന്നു. പക്ഷേ ശമൂവേൽ അവരെ ആരെയും തിരഞ്ഞെടുത്തില്ല. ദെൻ ശമൂവേൽ ആസ്ക്ഡ് ജെസി, ഡു യു ഹാവ് എനി മോർ സൺസ്? നിനക്ക് വേറെ ആൺമക്കളുണ്ടോ? ഇശായി പറഞ്ഞു, യെസ്, ഐ ഹാവ് വൺ മോർ സൺ. ഹിസ് നെയിം ഇസ് ഡേവിഡ്, ബട്ട് ഹി ഈസ് ഇൻ ദ ഫീൽഡ് ലുക്കിംഗ് ആഫ്റ്റർ ദ ഷീപ്പ്. ഹി ഈസ് എ ഷെപ്പേർഡ്. യെസ്, എനിക്ക് വേറെ ഒരു മകനുണ്ട്. അവൻ്റെ പേര് ദാവീദാണ്. അവൻ ഒരു ആട്ടിടയനാണ്. ആടുകളെ മേയ്ക്കാനായി അവൻ വയലിലേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ശമൂവേൽ സെഡ്, ബ്രിങ് ഹിം. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. വെൻ ഡേവിഡ് കെയിം, God was pleased with him because his heart was so pure. ദൈവം ദാവീദിനെ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം വളരെ സന്തോഷിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ്റെ ഹൃദയം വളരെ നിഷ്കളങ്കമായിരുന്നു. ഹി വാസ് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനായിരുന്നു ദാവീദ്. അവൻ കോമളരൂപിയായിരുന്നു, പവിഴ നിറമുള്ളവനായിരുന്നു, ആൻഡ് നല്ല ആകാര ദൃഢഗാത്രനുമായിരുന്നു. He had a glowing skin and he was very handsome and he had a strong character. So Samuel said, come over. God has chosen you to be the next king of Israel. ശമൂവേൽ അവനോട് പറഞ്ഞു, നീ വരിക, ദൈവം നിന്നെ ഇസ്രായേലിൻ്റെ അടുത്ത രാജാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. And he brought the oil and anointed him as the king of Israel. ശമൂവേൽ അവന് തൈലമെടുത്ത് അഭിഷേകം ചെയ്ത് ഇസ്രായേലിൻ്റെ അടുത്ത രാജാവായി തിരഞ്ഞെടുത്തു. ആഫ്റ്റർ സം ടൈം ഹി ബിക്കേം ദ കിങ് ഓഫ് ഇസ്രായേൽ. ദിസ് ഈസ് ഹൗ ഹി അനോയിന്റഡ്. കണ്ടോ? ശമൂവേൽ ഒലിവ് ഓയിൽ എടുത്ത് ദാവീദിൻ്റെ തലയെ അഭിഷേകം ചെയ്തു. ആൻഡ് ആഫ്റ്റർ സം ടൈം ഹി ബിക്കേം ദ കിങ് ഓഫ് ഇസ്രായേൽ, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. നമ്മളാണെങ്കിലും നമ്മളുടെ ഫ്രണ്ട്സിനെയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ അപ്പിയറൻസും അവരുടെ സംസാര രീതികളുമെല്ലാം നോക്കിയിട്ടായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ബട്ട് ഗോഡ് ഡസ് നോട്ട് ലുക്ക് അറ്റ് ദ ഔട്ട്വേർഡ് അപ്പിയറൻസ്. പുറമേയുള്ള ആകാരത്തെയോ അല്ലെങ്കിൽ നമ്മളുടെ സംസാര രീതികളെ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. ഹി ലുക്സ് അറ്റ് അവർ ഹാർട്ട്. വാട്ട് ഈസ് ഇൻ യുവർ ഹാർട്ട്? നിങ്ങളുടെ ഹൃദയം എങ്ങനെയുള്ളതാണ്? ഈസ് ഇറ്റ് ക്ലീൻ? ഈസ് ഇറ്റ് പ്ലീസിങ് ഗോഡ്? അത് നിഷ്കളങ്കമാണോ? ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഹൃദയമാണോ നിങ്ങൾക്കുള്ളത്? വെൻ ഗോഡ് ലുക്സ്, എവ്രി വൺസ് ഹാർട്ട് ഇസ് റെഡ്, അല്ലേ? ഡോക്ടേഴ്സ് കാണുന്ന പോലത്തെ ഹാർട്ടാണോ? നമ്മൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഹാർട്ടാണുള്ളത്. ബട്ട് ഗോഡ് സേസ്, ഐ ലുക്ക് അറ്റ് ദ ഹാർട്ട്. means I look at the intent of your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ജീസസ് ഉണ്ടോ? Is Jesus reigning in your heart? Is your heart filled with love for your family, for your friends? Are you obedient child? Do you obey the commandments of God? Do you have love in your heart? Are you kind? ഇതെല്ലാമാണ് ദൈവം നോക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ഉണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ കുടുംബത്തിന് വേണ്ടി സ്നേഹമുണ്ടോ? കൂട്ടുകാരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ കൈൻഡ്നെസ് ഉണ്ടോ? അനുകമ്പയുണ്ടോ? മറ്റുള്ളവരെ സഹായിക്കുന്നവരാണോ? ഇതെല്ലാമാണ് ദൈവം നോക്കുന്നത്. ആൻഡ് സംടൈംസ് വി ഡിഡ് നോട്ട് ഒബേ ദ ലോഡ്, അല്ലേ? ചില സമയത്ത് നമ്മൾ ദൈവത്തെ അനുസരിക്കില്ല. ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ നിരസിക്കും. മാതാപിതാക്കളോടും ടീച്ചേഴ്സിനോടും എൽഡേഴ്സിനോടും ഒക്കെ റൂഡായിട്ട് നമ്മൾ സംസാരിക്കും. ഗോഡ് ഡസ് നോട്ട് വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ ടു ഹിസ് ചിൽഡ്രൻ. ദൈവത്തിന് അതല്ല നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ. ഹി വാണ്ട്സ് അവർ ഹാർട്ട് ടു ബി ക്ലീൻ
ആൻഡ് ജീസസ് മെയ്ഡ് എ വേ ഫോർ അവർ ഹാർട്ട്സ് ടു ബി ക്ലീൻ. യേശുവിനെ നമ്മളുടെ ഹൃദയത്തിൽ നമ്മളുടെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ജീസസ് വിൽ കം ആൻഡ് റെയിൻ ഇൻ അവർ ഹാർട്ട്സ്. ആൻഡ് വെൻ വി കൺഫെസ് അവർ സിൻസ്, നമ്മളുടെ തെറ്റുകളെ നമ്മൾ ഏറ്റു പറയുമ്പോൾ, ഹി വിൽ വാഷ് അവർ ഹാർട്ട്സ് ക്ലീൻ വിത്ത് ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ ആ വിലയേറിയ രക്തത്താൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ കഴുകുമ്പോൾ our hearts will become clean. And when we invite Jesus, we become the winner in this battle. അല്ലേ? നമ്മൾ ജയിക്കുന്നത് എപ്പോഴാണ്? യേശുവിനെ നമ്മളുടെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴാണ്. നിങ്ങൾ അങ്ങനെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? Have you invited Jesus as your Savior? By praying a simple prayer, Jesus, I am a sinner. I need you to come and rule in my life and make me your own. ഇങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എൻ്റെ ഹൃദയത്തിൽ രാജാവാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ജീസസ് വിൽ കം. And when he comes, he will make our hearts just like the heart of David. ദാവീദിനെ പോലെ ഒരു നിഷ്കളങ്കമായ ഒരു ഹൃദയത്തെ ദൈവം നമ്മൾക്ക് നൽകും. അപ്പോൾ ഇന്നത്തെ മെമ്മറി വേഴ്സ് എന്താണ്? Man looks at the outward appearance, but God looks at the heart. 1 ശമൂവേൽ 16:7 ഈ വചനം എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുമ്പോൾ ദൈവം നമ്മളുടെ ഹൃദയത്തെ നോക്കുന്നു. 1 ശമൂവേൽ 16:7 ഈ വാക്യം ഇരിക്കുന്നത്. That is your memory verse. And you should check your hearts. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ നോക്കി അതിനകത്ത് എന്താണ് ഉള്ളത്? ദൈവത്തെ പ്ലീസ് ചെയ്യുന്ന ക്യാരക്ടറാണോ നിങ്ങൾക്കുള്ളത്? അതോ ദൈവത്തെ വിഷമിപ്പിക്കുന്നതാണോ? ദൈവം നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? We learned about a man who is having a heart after God's own. അല്ലേ? ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇസ്രായേൽ വാസ് ഗോഡ്സ് ചോസൻ പീപ്പിൾ ആൻഡ് ഗോഡ് വാസ് their king. But when they asked God to give them a king, he gave. The first king, King Saul, he rejected God's commandments. And what happened to him? God also rejected him. Then God chose a man who is after his own heart. Whom did he choose? He chose David. Why? Because his heart was clean. It was filled with love for God. Okay? നിങ്ങളുടെ ഹൃദയങ്ങളും എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. Okay? And when you find your heart is not filled with love, you should ask God to come and fill your heart with love. നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? Shall we pray? Lord Jesus, just like David, give all these children a heart that is pleasing to you. നിന്നെപ്പോലെ തന്നെ, ദാവീദിനെ പോലെ തന്നെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു ഹൃദയം ഓരോ കുഞ്ഞിനും മേൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Till we meet again. Bye bye.